ഇതൊരു കൺകെട്ടോ ഇതൊന്നുമല്ല, ജസ്റ്റ് മൈൻഡ് റീഡിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനുവേണ്ടി ഒരു 6 കുട്ടികൾ, 6 പേര് കുട്ടികൾ, ആരെങ്കിലും വേഗം വരിക സ്റ്റേജിലേക്ക്. 6 പേര്. എന്തുകൊണ്ടാണ് അല്ലേ, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന കുട്ടികളാണ്. ഇവരെ ഒന്നും നേരത്തെ പരിചയമില്ല, ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ പരിചയപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ 6 കുട്ടികളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് കടന്നു വരിക. അത് കുട്ടികളൊന്നുമില്ല, ആരാണെങ്കിലും മതി. ഓക്കെ, എല്ലാരും പരിചയപ്പെട്ടല്ലോ. ഓക്കെ, എല്ലാരെയും പരിചയപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മോന്റെ പേര് അനന്തു. എല്ലാരെയും പരിചയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അനന്തു വേണ്ടത് 6 പേര് പരിചയപ്പെട്ടല്ലോ. ഓക്കെ, എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ എന്റെ കണ്ണുകളിൽ നോക്കുക. ഓക്കെ, ഓക്കെ, ഒരു നെയിം എഴുതി അവന്റെ കണ്ണുകളിൽ നോക്കി ഒരു നെയിം എഴുതിയിട്ടുണ്ട്, ഒരു പേര് എഴുതിയിട്ടുണ്ട്. ഒരു ഷീറ്റിൽ എന്താ കോമൺ ആയിട്ട് ഈ കവറിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേറൊരു സാധനം അതിനകത്തില്ല. ഓക്കെ മോനെ, റെഡിയല്ലേ? അല്ലേ, നീ പറയേണ്ടത് 1 2 3 4 5 6 പേരല്ലേ? 1നും 6നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ഞാൻ റെഡി എന്ന് പറയുമ്പോൾ പറയണം. ഓക്കെ ഓക്കെ, റെഡി സ്റ്റാർട്ട്. 5. ഓക്കെ, ഞങ്ങൾ പറഞ്ഞ നമ്പർ 5 ആണ് അല്ലേ? ഓക്കെ, കുറച്ച് ഓക്കെ, 5ന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കൊണ്ട് തീർന്നു അല്ലേ? 6 പറഞ്ഞ ഇവിടെ കൊണ്ട് തീർന്നേനെ അല്ലേ? പിന്നെ 4 പറഞ്ഞ അവിടെ കൊണ്ട്. ഓക്കെ ഓക്കെ പോട്ടെ. അപ്പൊ 5 എന്ന് പറയുന്ന ലെറ്റർ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ മോളുവാ. ഓക്കെ മോനെ, അനന്തു സെലക്ട് ചെയ്തത് ഈ 5 എന്ന് പറയുന്ന നമ്പറാണ്. മോളുടെ പേര് ഉറക്കപ്പറ. ഓക്കെ, താങ്ക് യു. ഒരു നല്ലൊരു ഗൈഡ്. ശ്രവ്യാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി ആ കവർ ഒന്ന് നോക്കുക, ആ പേരൊന്ന് ഉറക്കെ വായിക്കുക. ഓക്കെ, ഈ കവറിൽ വേറെ ഒരു പേരും ഇല്ലേ? ഒന്ന് നോക്കുക, ജസ്റ്റ് പ്രഡിക്ഷൻ. സാറേ ഈ പേരൊന്ന് വായിച്ച ശ്രവ്യ. ഞാൻ ഇതിനു മുമ്പ് കവറിലിട്ട ഒരു നെയിം ശ്രവ്യ എന്നായിരുന്നു. അത് തന്നെയാണ് അനന്തു സെലക്ട് ചെയ്തത്. താങ്ക് യു ടു. വെരി ഗുഡ്, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.